നമ്മളിനി മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് വിജയത്തിലേക്ക് നോക്കുക. കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സത്യത്തിൽ BJPക്ക് അല്ലെങ്കിൽ NDAക്ക് ഒരു വലിയ തിരിച്ചടിയാണ് നേരിട്ടത്. NDAക്ക് ഒറ്റയ്ക്ക് ഭരിക്കാൻ പറ്റുന്ന ഭൂരിപക്ഷം കിട്ടിയില്ല. അവരിപ്പോൾ TDPയുടെയും അതുപോലെ തന്നെ നിതീഷ് കുമാറിൻ്റെ JDUവിൻ്റെയും പിന്തുണയോടുകൂടിയാണ് ഭരിക്കുന്നത്. അങ്ങനെയാണ് ഭൂരിപക്ഷം തികയ്ക്കുന്നത്. അതൊരു വലിയ തിരിച്ചടിയായിരുന്നു. അങ്ങനെയൊന്നും BJP ഭാവിച്ചില്ലെങ്കിലും അതുപോലെ ഒരു ചർച്ചാ വിഷയം ആക്കാതിരിക്കുന്നതിൽ BJP വിജയിച്ചു. അതൊരു ശരിയാണ്. പക്ഷെ വസ്തുത അതാണ്. പക്ഷെ മഹാരാഷ്ട്രയിലെ ഈ ഒരു തെരഞ്ഞെടുപ്പ് ഫലം അവിശ്വസനീയം എന്ന് പറയാവുന്ന ഈ റിസൾട്ട് BJPക്ക് സത്യം പറഞ്ഞാൽ ഒരു ഊർജ്ജദായകമായ ഒന്നായിട്ട് മാറിയിരിക്കുക. ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് മാത്രമാണെങ്കിലും ഇപ്പോൾ ജാർഖണ്ഡിൽ അവർക്ക് പരാജയമാണ് സംഭവിച്ചത്. എക്സിറ്റ് പോളുകൾ മഹാരാഷ്ട്രയ്ക്കൊപ്പം ജാർഖണ്ഡിലും വലിയ നേട്ടം BJPക്കും NDAയ്ക്കൊക്കെ പ്രവചിച്ചതാണ്. പക്ഷേ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ 9 സീറ്റ് കൂടുതൽ നേടാൻ അവിടെ ഇന്ത്യ സഖ്യത്തിന് സാധിച്ചു. പക്ഷേ മഹാരാഷ്ട്ര പോലൊരു സംസ്ഥാനത്ത്, ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനമെന്നാണ് ആ നഗരം അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ആ സ്റ്റേറ്റ് അറിയപ്പെടുന്നത്, അവിടെ ഉണ്ടാക്കിയ ഈ നേട്ടം അത് BJPക്ക് മാത്രമല്ല, മറ്റൊരു നേതാവിൻ്റെ രാഷ്ട്രീയ ഗ്രഹനിലയിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിരിക്കുക. അത് ദേവേന്ദ്ര ഫഡ്നാവിസാണ്. നേരത്തെ അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നു. പക്ഷേ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഇപ്പോൾ ഉപമുഖ്യമന്ത്രിയാണ് ഏകനാഥ് ഷിൻഡെയുടെ കീഴിൽ. ഇനി നാളെ അദ്ദേഹം യാതൊരു സംശയവും വേണ്ട മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രിയാവാൻ പോവുകയാണ്. അദ്ദേഹമായിരിക്കുമെന്ന കാര്യത്തിൽ വലിയ സംശയങ്ങളൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ NDAക്ക് ഉണ്ടായി വലിയ തെരഞ്ഞെടുപ്പ് വിജയം പറഞ്ഞാൽ അവിശ്വസനീയമാണ്. കഴിഞ്ഞ ഏപ്രിൽ 19 മുതൽ മെയ് 20 വരെ ഏതാണ്ട് ഒരു മാസക്കാലം, ആ സമയത്ത് 5 ഘട്ടങ്ങളിലായി നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 48-ൽ 31 സീറ്റും മഹാവികാസ് അഘാടി, കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ സഖ്യമാണ് നേടിയത്. ബഹുഭൂരിപക്ഷം നിയമസഭാ മണ്ഡലങ്ങളിൽ അവർക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. പക്ഷേ വെറും ഒരു 6 മാസത്തിനു ശേഷം അവിടെ നടന്ന തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 80% സീറ്റുകൾ NDA കൈവശപ്പെടുത്തിയിരിക്കുക, അല്ലെങ്കിൽ വിജയിച്ചിരിക്കുകയാണ്. 31 ലോക്സഭാ സീറ്റുകളിൽ ജയിച്ച മഹാവികാസ് അഘാടിക്ക് 50 നിയമസഭാ സീറ്റുകളിൽ വിജയം നേടാനേ സാധിച്ചുള്ളൂ. ഈ അവിശ്വസനീയമായ ഇതെങ്ങനെ സംഭവിച്ചു എന്ന് നമുക്ക് കണക്കാക്കാൻ പ്രയാസമുള്ള തെരഞ്ഞെടുപ്പ് വിജയത്തിൻ്റെ ഒരു പ്രധാന ക്രെഡിറ്റ് ദേവേന്ദ്ര ഫഡ്നാവിസിനാണ് പോകുന്നത്. മുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡെ ഉണ്ട്, അതുപോലെ തന്നെ അജിത് പവാറുണ്ട്, അവരൊക്കെ കൂട്ടത്തിലുണ്ട്. പക്ഷേ അതിൻ്റെ വലിയ ക്രെഡിറ്റ് പോകുന്നത് ഫഡ്നാവിസിനാണ്. അദ്ദേഹം നടപ്പാക്കിയ തന്ത്രങ്ങളാണ്. ലഡ്കി ബഹിൻ പോലെയുള്ള പുതിയ ക്ഷേമ പദ്ധതികൾ, ഏതാണ്ട് 2.5 കോടി സ്ത്രീകൾക്ക് പ്രതിമാസം 1500 രൂപ അവരുടെ കൈവശം എത്തിച്ചു കൊടുക്കുന്നൊരു പദ്ധതിയാണ്. ഈ നവംബറിലെ തിരഞ്ഞെടുപ്പ് നടക്കുമെന്നറിയാമായിരുന്നത് കൊണ്ട് ആ മാസത്തെ തുക കൂടെ അഡ്വാൻസായിട്ട് മുൻകൂറായിട്ട് ഗവൺമെൻറ് നൽകി. അതൊക്കെ ഈ NDA സഹായിച്ച, അല്ലെങ്കിൽ നിലവിലെ ഭരണത്തെ സഹായിച്ച ഘടകങ്ങളാണ്, യാതൊരു സംശയവുമില്ല. പക്ഷേ അപ്പുറത്തെ വിദർഭയിൽ നടക്കുന്ന കർഷകരുടെ ആത്മഹത്യകൾ, കൂട്ടാത്മഹത്യകൾ, അങ്ങനെ NDAക്കെതിരായ ഭരണവിരുദ്ധ വികാരമുണ്ടാക്കുന്ന ധാരാളം വസ്തുതകൾ ഉണ്ടായിരുന്നു. എന്നിട്ട് പോലും അവിടെ NDAക്ക് വലിയ നേട്ടമുണ്ടാക്കാൻ സാധിച്ചു. അതാണ് ഞാൻ പറഞ്ഞത്, ഫഡ്നാവിസിൻ്റെ രാഷ്ട്രീയ ജാതകം അല്ലെങ്കിൽ ഗ്രഹനില മെച്ചപ്പെടുകയാണ്. നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ അദ്ദേഹം മുഖ്യമന്ത്രി ആകുമെന്ന് വിചാരിക്കുക. പക്ഷെ നമ്മളിനി അറിയേണ്ടത് എപ്പോഴാണ് അദ്ദേഹം ദേശീയ രാഷ്ട്രീയത്തിലേക്ക് കടക്കുക എന്നുള്ളതാണ്. കാരണം ഒരുപക്ഷെ അമിത്ഷായ്ക്കൊപ്പം നിർത്താവുന്ന ഒരു തന്ത്രജ്ഞനായി, രാഷ്ട്രീയ തന്ത്രശാലിയായിട്ട് ഫഡ്നാവിസ് ഈ തെരഞ്ഞെടുപ്പോടുകൂടി വളരുകയാണ്. നേരത്തെ തന്നെ അദ്ദേഹം തൻ്റെ രാഷ്ട്രീയപരമായ കഴിവുകൾ തെളിയിച്ച ഒരാളാണ്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് വിജയം, അത്ഭുതകരമായ, വിസ്മയകരമായ ഈ വിജയം അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ സ്റ്റേച്ചർ വലിയ തോതിൽ ഉയർത്തിയിരിക്കുക. അദ്ദേഹം ദേശീയ രാഷ്ട്രീയത്തിലേക്ക് കടക്കുമോ? നമുക്കത് അറിഞ്ഞുകൂടാ. അദ്ദേഹം BJPയിലാണ്. അദ്ദേഹം ഡൽഹിയിലേക്ക് വരുന്നത് തടയാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ വരരുതെന്ന് ആഗ്രഹിക്കുന്ന ധാരാളം നേതാക്കൾ BJPയിൽ തന്നെ ഉണ്ടാവും. അദ്ദേഹത്തെ മഹാരാഷ്ട്രയിൽ ഒതുക്കി നിർത്തിക്കളയുമോ, അതോ ദേശീയ തലത്തിൽ അദ്ദേഹത്തിൻ്റെ നേട്ടങ്ങൾ
ഉപയോഗപ്പെടുത്തുമോ? മഹാരാഷ്ട്രയിലെ വിജയത്തെപ്പറ്റി BJP പറയുന്നത് അത് നരേന്ദ്രമോദിയുടെ പ്രഭാവം കൊണ്ടുണ്ടായതാണെന്നാണ്. അതുപോലെ തന്നെ ഭിന്നിച്ചു നിന്നാൽ നാശം, ഒന്നിച്ചു നിന്നാൽ കൂടുതൽ സുരക്ഷിതത്വം എന്ന മുദ്രാവാക്യം ഈ തെരഞ്ഞെടുപ്പിൽ അവർ വെച്ചതാണ്. അതിൻ്റെയൊക്കെ ഫലമാണെന്ന് അവർ വളരെ വിനയപൂർവ്വം പറയുന്നുണ്ടെങ്കിലും ഇതൊന്നും ജാർഖണ്ഡിൽ സംഭവിച്ചില്ല. പ്രധാനമന്ത്രി എവിടെയും പോയതാ, അവിടെയും മുദ്രാവാക്യം ഉണ്ടായിരുന്നു, അവിടെയൊന്നും ഈ പ്രഭാവം ഏറ്റില്ല. അപ്പോൾ ഇവിടെ ഒരുപക്ഷേ ഈ BJP സഖ്യത്തിൻ്റെ വിജയം ഫഡ്നാവിസിൻ്റെ ക്രെഡിറ്റിലേക്ക് പോകുമ്പോൾ അദ്ദേഹം ദേശീയ തലത്തിൽ വരണ്ട എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടായേക്കാം. അദ്ദേഹം പോകുമോ, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി എന്ത് എന്നുള്ളത് കാത്തിരുന്ന് കാണാനേ പറ്റൂ. പക്ഷേ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഗ്രാഫ് വലിയ തോതിൽ ഈ തെരഞ്ഞെടുപ്പോടുകൂടി ഉയർന്നിരിക്കുകയാണ്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ അടിതെറ്റി വീണത് ശരത് പവാറാണ്. അദ്ദേഹത്തിൻ്റെ NCP ആണ്. സഹോദര പുത്രനായ അജിത് പവാറിൻ്റെ NCPക്ക് 41 സീറ്റ് ലഭിച്ചപ്പോൾ പവാറിൻ്റെ പാർട്ടിക്ക് 10 സീറ്റുകൾ മാത്രമേ കൈവശപ്പെടുത്താൻ സാധിച്ചുള്ളൂ. രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന് ഇനിയൊരു ബാല്യമല്ല എന്ന് ഇത് തെളിയിക്കുകയാണ്. മകളായ സുപ്രിയ സുളയാണ് ഇനി NCPയെ നയിക്കേണ്ടത്. അവർക്ക് അജിത് പവാറിനോട് മല്ലടിച്ച് സ്വന്തം പാർട്ടിയെ ശക്തമായി നിലനിർത്താൻ സാധിക്കുമോ എന്ന കാര്യം സംശയാസ്പദമാണ്. അതുപോലെ തന്നെ ശിവസേന, അത് താക്കറെ കുടുംബത്തിൻ്റെ കുടുംബസ്വത്ത് പോലെയായിരുന്നു. പക്ഷേ അതിൻ്റെ ചരടുകൾ അവർക്ക് നഷ്ടപ്പെടുന്നതാണ് ഈ തെരഞ്ഞെടുപ്പോടുകൂടി നമ്മൾ കണ്ടത്. ഏകനാഥ് ഷിൻഡെയുടെ ശിവസേന 57 സീറ്റുകളിൽ വിജയിച്ചപ്പോൾ ഉദ്ധവ് താക്കറെയുടെ പാർട്ടിക്ക് വെറും 20 സീറ്റുകൾ മാത്രമാണ് കിട്ടിയത്. ഇതൊക്കെ തെരഞ്ഞെടുപ്പുകൾ അല്ലെങ്കിൽ ജനവിധി സമ്മാനിക്കുന്ന മാജിക്കാണ്. നമ്മുടെ കയ്യിലെ ചൂണ്ടുവിരലിൽ പതിയുന്ന ആ മഷിയടയാളം സൃഷ്ടിക്കുന്ന മാജിക്.